ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനം സങ്കീർത്തനം 119 133 വാക്യം. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എൻ്റെ പാദങ്ങൾ പതറാതെ കാക്കേണമേ. വിശുദ്ധ അന്തോനീസ് പുണ്യവാളന്റെ ലഘുജീവചരിത്രം 1-ാം ഭാഗം. അത്ഭുത പ്രവർത്തകൻ എന്ന പേരിൽ ലോക ജനത വണങ്ങുന്ന വിശുദ്ധനാണ് അന്തോനീസ്. വിശുദ്ധ അന്തോനീസിനോടുള്ള ഭക്തി 12-ാം നൂറ്റാണ്ട് മുതൽ തന്നെ പ്രചരിച്ചിരുന്നു. വിശുദ്ധന്റെ ജീവിതകാലത്തും മരണശേഷവും അനവധി അത്ഭുതങ്ങൾ അദ്ദേഹം വഴിയായി നടക്കുന്നതിന് ദൈവം അനുവദിച്ചു. തപസ്സും പ്രാർത്ഥനയും സേവനവും അതിൻ്റെ പാരമ്യതയിൽ നിർവഹിച്ച് ദൈവ തിരുമുൻപിൽ സംപ്രീതി കണ്ടെത്തിയ അന്തോനീസിന്റെ മാധ്യസ്ഥം വഴി അപേക്ഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടുന്നു. പ്രത്യേകിച്ച് കാണാതെ പോയ വസ്തുക്കൾ കണ്ടു കിട്ടുന്നതിന് വിശുദ്ധ അന്തോനീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്. ലോകമെമ്പാടും അത്യന്തം ഭക്തിയോടുകൂടി വണങ്ങുന്ന ഒരു വിശുദ്ധനാണ് അത്ഭുത പ്രവർത്തകനായ അന്തോനീസ്. ചെറുപ്പം മുതൽ തന്നെ മാതൃകാപരമായി ക്രിസ്തീയ ജീവിതം നയിച്ച അന്തോനീസ് പ്രാർത്ഥനയും പരിത്യാഗവും വഴി ദൈവത്തിൻ്റെ പ്രത്യേക പരിലാളനയാൽ ഒരു പുണ്യ ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃക മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. ജീവിതകാലത്ത് അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തെ ദൈവം അനുവദിച്ചു. നിഷ്കളങ്കവും ആത്മാർത്ഥവുമായ സമർപ്പിത ജീവിതം വഴി ഒരു ദൈവദാസനായി ആജീവനാന്തം അദ്ദേഹം വിളങ്ങിയിരുന്നു. കഠോര പീഡകളും മതമർദ്ദനവും രക്തസാക്ഷിത്വവും വരിച്ച് സഭയുടെ ആരംഭ ദശയിൽ പുണ്യപദത്തിൽ പ്രവേശിച്ച അറിയപ്പെടുന്ന അനേകം വിശുദ്ധരെ പോലെ തന്നെ ഒരുപക്ഷെ അതിലധികമായി അന്തോനീസ് പുണ്യവാൻ ഇന്ന് ആദരിക്കപ്പെടുന്നു, വണങ്ങപ്പെടുന്നു എന്ന് പറയുവാൻ സാധിക്കും. ആദ്യ നൂറ്റാണ്ടുകളിൽ സഭയ്ക്കു വേണ്ടി രക്തം ചിന്തിയ അനേകായിരങ്ങളുടെ ചുടുനിണത്താൽ നനച്ചു വളർത്തിയ സഭ വിശുദ്ധ അന്തോനീസിന്റെ കാലഘട്ടമായ 12-ാം നൂറ്റാണ്ടായപ്പോൾ ലോകവ്യാപകമായി പടർന്നു പന്തലിച്ച് സൗരഭ്യം ചൊരിഞ്ഞുകൊണ്ട് വിരാജിച്ചിരുന്നു. മതമർദ്ദകരെല്ലാം മാളങ്ങളിൽ ഒളിച്ച കാലം. അങ്ങനെ സൗരഭ്യം ചൊരിയുന്ന സഭാരാമത്തിൽ ഏറ്റവും മനോഹരമായി വിരിഞ്ഞ് പ്രഭ ചൊരിഞ്ഞ് വാടാതെ കൊഴിയാതെ ഇന്നും പ്രശോഭിക്കുന്ന സുന്ദരസൂനമാണ് മലയാളികൾ സ്നേഹപൂർവ്വം വണങ്ങുന്ന അത്ഭുത പ്രവർത്തകനായ അന്തോനീസ് പുണ്യവാളൻ. നൂറ്റാണ്ടുകളായി വിശുദ്ധ അന്തോനീസിനോടുള്ള ഭക്തി മലയാളികളുടെ ഇടയിൽ പ്രചുര പ്രചാരം നേടി നിലനിൽക്കുന്നു. ഇവിടുത്തെ പുരാതന ദേവാലയങ്ങളിലെല്ലാം തന്നെ വിശുദ്ധന്റെ തിരുസ്വരൂപം സ്ഥാപിക്കുകയും തിരുനാൾ ആചരിക്കുകയും ചെയ്യുന്നു. അനവധി കേന്ദ്രങ്ങളിൽ അനേകായിരം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന നവനാൾ പ്രാർത്ഥനകൾ അധികവും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നടത്തപ്പെടുന്നു. മിക്ക ഭവനങ്ങളിലും ആന്റണി എന്ന നാമധാരികളെ കണ്ടെത്താൻ സാധിക്കും. ദേശവ്യത്യാസമനുസരിച്ച് ആന്റോ, ആന്റണി, അന്തോനി, അന്തോനീസ്, ആന്റപ്പൻ ഇങ്ങനെ പല പേരുകാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതെല്ലാം ഈ പുണ്യവാൻ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടി എന്നതിൻ്റെ തെളിവാണ്. അന്തോനീസ് പുണ്യവാളന്റെ ജനനം, വിദ്യാഭ്യാസം തുടങ്ങിയവ 2-ാം ഭാഗത്തിൽ കേൾക്കാവുന്നതാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.